ലാസ്റ്റ് മൊഡ്യൂൾ മെറ്റൽസ് ആൻഡ് അലോയ്സ്. അത് പലരും ഒഴിവാക്കാൻ ചാൻസ് ഉള്ളൊരു മൊഡ്യൂളാണ്. പക്ഷേ വളരെ വാട്ടർ പോലെ തന്നെ വാട്ടറിനേക്കാൾ പോർഷൻ കുറവാണ്. അതുകൊണ്ട് ഫുൾ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് മിനിമം ഒരു 23 മാർക്ക് ഉറപ്പാണ്, എഴുതി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു മൊഡ്യൂൾ പഠിച്ചാൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പറ്റുമെങ്കിൽ വായിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. പറ്റുമെങ്കിൽ നല്ല എളുപ്പമല്ലേ. ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്ന മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വെൽഡബിലിറ്റി, മെഷീനബിലിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി, ടഫ്നെസ്, ഹാർഡ്നെസ്, ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് അങ്ങ് എഴുതിയിട്ടാൽ മതി. പ്രോപ്പർട്ടീസ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ചോദിച്ച എക്സ്പ്ലനേഷൻ വേണ്ട. അടുത്ത പിന്നെ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ മെറ്റൽ അയൺ ആണ് കമ്പയർ ചെയ്യുന്നത്. അതിൽ അയണിൻ്റെ 3 വെറൈറ്റീസ്: കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ. ഇതിൽ ഏറ്റവും ഇമ്പ്യൂരിറ്റീസ് കൂടുതലുള്ളതാണ് കാസ്റ്റ് അയൺ. ഏറ്റവും ഇമ്പ്യൂരിറ്റി കുറവുള്ളത് റോട്ട് അയൺ ആണ്. കാസ്റ്റ് അയണിൽ 2 to 5% കാർബൺ അല്ലെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ റോട്ട് അയണിൽ 0.2% കുറവാണ് ഇമ്പ്യൂരിറ്റീസ്. ഇതിനിടയിൽ നിൽക്കും അയണിലെ ഇമ്പ്യൂരിറ്റി. നമ്മൾ കാർബൺ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ സ്ട്രക്ചർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. റോട്ട് അയൺ ഫൈബ്രസ് സ്ട്രക്ചറാണ്. സ്റ്റീൽ വരുമ്പോൾ ഗ്രാനുലാർ സ്ട്രക്ചർ. അതുകൊണ്ടാണ് അതിനകത്ത് കൂടുതൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഗ്രാനുലാർ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. മെൽറ്റിംഗ് പോയിൻറ്റ് ഇമ്പ്യൂരിറ്റീസ് കൂടുന്നവരും മെൽറ്റിംഗ് പോയിൻറ്റ് കുറയും. ഇപ്പോൾ ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിൻറ്റ് വരുന്നത് 1500 നോർമലി അയണിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എങ്കിൽ 1530 കറക്റ്റ് ഞാൻ 1560 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മെൽറ്റിംഗ് പോയിൻറ്റ് കാസ്റ്റ് അയണിൻ്റെ കേസിൽ 1200 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിനേക്കാൾ കൂടുതൽ 1300 1350 റേഞ്ചിൽ സ്റ്റീൽ വരുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് വരുന്നത് റോട്ട് അയണിൽ 1500 ഡിഗ്രി സെൽഷ്യസ് വരും. ഇനി ഹാർഡ്നെസ് കാസ്റ്റ് അയൺ ഹാർഡാണ്. റോട്ട് അയൺ അതിൻ്റെ സ്ട്രക്ചർ കൊണ്ട് തന്നെ സോഫ്റ്റാണ്. സ്റ്റീലിൽ മീഡിയം ഹാർഡ്നെസ് ആണ്. പിന്നെ നമ്മൾ ടെമ്പറിങ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റീലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 3 പ്രോപ്പർട്ടീസ് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും 3 പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യുക. അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് പറയാം, സ്ട്രക്ചർ പറയാം, മെൽറ്റിംഗ് പോയിൻറ്റ് പറയാം, ഹാർഡ്നെസ് പറയാം. ഇതിലേതെങ്കിലും 3 പ്രോപ്പർട്ടി ഒന്ന് കമ്പയർ ചെയ്ത് വെക്കുക. ദെൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഓഫ് സ്റ്റീലാണ്. ഞാൻ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും പോകുന്നില്ല. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 4 പ്രോസസ്സാണ്: അനീലിംഗ്, ക്വെഞ്ചിങ്, ടെമ്പറിങ് ആൻഡ് നൈട്രേറ്റിംഗ്. 4ഉം ഏത് ടെമ്പറേച്ചറിൽ ചെയ്യുന്നു, ഏത് അറ്റ്മോസ്ഫിയറിൽ ചെയ്യുന്നു, എന്ത് പർപ്പസിൽ ചെയ്യുന്നു, ഈ 3 കാര്യങ്ങൾ എഴുതിയാൽ മതി. അനീലിംഗ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ഫർണസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. 760 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹീറ്റ് ചെയ്തിട്ട് ഒരു കൺട്രോൾഡ് മാനറിൽ നമ്മൾ കൂൾ ഡൗൺ ചെയ്യുന്നു. പതുക്കെ കൺട്രോൾഡ് മാനറിൽ നമ്മൾ അതിനെ തണുപ്പിച്ചെടുക്കുന്നു. ആ അനീലിംഗ് വഴി നമുക്ക് ഡക്റ്റിലിറ്റിയും മെഷീനബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഫർണസിൽ 760 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കൺട്രോൾഡ് മാനറിൽ കൂൾ ചെയ്യുന്നു. ഡക്റ്റിലിറ്റി ആൻഡ് മെഷീനബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ക്വെഞ്ചിങ് മീൻസ് ആ ഒരു പേര് തന്നെ ഹാർഡനിങ് എന്നും കൂടെ ഒരു പേരുണ്ട്. ബിയോണ്ട് റെഡ്നെസ് നന്നായിട്ട് ചൂടാക്കുക. അത് 1100 കെൽവിൻ അത്രയും ആ ഒരു റേഞ്ച് 1123 അത്രയും ഹൈ കെൽവിൻ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ട് സഡനായിട്ട് ഓയിലിലോ വാട്ടറിലോ ഡിപ്പ് ചെയ്യുന്നു. വളരെ ഫാസ്റ്റായിട്ട്, എത്ര ഫാസ്റ്റായിട്ട് ഡിപ്പ് ചെയ്യുന്നു അത്രമാത്രം എൻ്റെ ഹാർഡ്നെസ് ഇമ്പ്രൂവ് ചെയ്യും. ഹാർഡ്നെസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ മെത്തേഡിൻ്റെ ആവശ്യകത. ക്വെഞ്ചിങ് 1123 കെൽവിനിൽ ഹീറ്റ് ചെയ്യുന്നു, സഡനായിട്ട് ഓയിലിൽ ഡിപ്പ് ചെയ്യുന്നു, ഹാർഡ്നെസ് ഇമ്പ്രൂവ് ചെയ്യും. ഹാർഡ്നെസ് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ഹാർഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റീലിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ടെമ്പറിങ്. 550 കെൽവിനിൽ നമ്മൾ ചൂടാക്കുന്നു. ആ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ നമ്മൾ കൂൾ ഡൗൺ ചെയ്തെടുക്കുന്നു. പതുക്കെ കൂൾ ഡൗൺ ചെയ്തെടുക്കുകയാണ്. അതിനെയാണ് ടെമ്പറിങ് ചെയ്യുന്നത്. ടെമ്പേർഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ക്വെഞ്ച്ഡ് സ്റ്റീലിൻ്റെ ക്വെഞ്ചിങ് കഴിഞ്ഞ് ഹാർഡ്നെസ് കൂടിയ സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാനും ടെമ്പറിങ് പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹാർഡ്നെസ് ഉണ്ടാകും. പക്ഷേ ഹാർഡ്നെസ് കൂടുന്നതോടെ അതിനോട് കൂടുന്നൊരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ്, പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷേ ടെമ്പറിങ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹാർഡ്നെസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് പൊട്ടിപ്പോകും. അങ്ങനെ ഹാർഡ്നെസ്
നിലനിർത്തിക്കൊണ്ട് ബ്രിട്ടിൽനെസ് കുറയ്ക്കാനാണ് ശരിക്കും ടെമ്പറിങ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്വഞ്ച്ഡ് സ്റ്റീലിലും അത് ചെയ്യുന്നത്. അടുത്ത് നൈറ്റ് റൈഡിംഗ് ആണ്. നൈറ്റ് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ കൊറോഷൻ റെസിസ്റ്റൻസ്, അബ്രേഷൻ റെസിസ്റ്റൻസ്, വേറെൻ്റെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ നൈറ്റ് റൈഡിംഗ് ചെയ്യുന്നത്. ഒരു 820 കെൽവിനിൽ അമോണിയ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ തിക്നെസ് ഒക്കെ അനുസരിച്ച് സമയം 2 to 60 hours വരെ എടുക്കാറുണ്ട്. അത്രയും ചെയ്ത് കഴിയുമ്പോൾ മെറ്റൽസിൻ്റെ ഒരു കോട്ടിംഗ്, നൈട്രൈഡ് കോട്ടിംഗ് നമ്മുടെ സ്റ്റീലിലുണ്ടാകും. ആ കോട്ടിംഗ് ഉള്ളതോടത്തോളം കാലം നമ്മുടെ മെറ്റലിന് കൊറോഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അബ്രേഷൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ 4 പ്രോസസ്സിലും ടെമ്പറേച്ചർ ചെയ്ത് എന്തിനു വേണ്ടി ചെയ്യുന്നു, എങ്ങനെ ഹീറ്റ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ ഈസ് അലോയ്സ് ആണ്. അലോയ്സിലേക്ക് നമ്മൾ പോകുന്നു. അലോയ്സ് എന്ന് പറഞ്ഞാൽ 2 or more മെറ്റൽസിൻ്റെ മിക്സ്ചർ, സോൾഡ് മിക്സ്ചർ ഓഫ് 2 or more metals, 2 or more elements, one of which is essentially a metal. എല്ലാം മെറ്റൽ ആകണമെന്നില്ല. ABCD 4 പേരിൽ 3 എണ്ണവും നോൺ മെറ്റൽസ് ആകാം, ഒരെണ്ണം നിർബന്ധമായിട്ടും മെറ്റൽ. ഇപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കാർബണും അയണുമാണ്. അവിടെ അയൺ മെറ്റലും കാർബൺ നോൺ മെറ്റലുമാണ്. അങ്ങനെ മിക്സ്ചർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അതിൽ ഒരു എലമെൻറ്റ് നിർബന്ധമായിട്ടും മെറ്റലായിരിക്കണം. അമാൽഗം എന്നൊക്കെ പറഞ്ഞ് മെർക്കുറി അലോയ്സിനെയാണ് നമ്മൾ അമാൽഗം എന്നൊക്കെ പറയുന്നത്. ഇനി എന്തിനാ അലോയിങ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടുക, ഹാർഡ്നെസ് കൂട്ടുക, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഹൈ ടെമ്പറേച്ചർ, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ, അലോയ് ആയി കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ മെറ്റൽസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാൾ കുറവായിരിക്കും ആ അലോയുടെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ കെമിക്കൽ ആക്ടിവിറ്റി, റിയാക്ഷനുമായിട്ട് അല്ല ബാക്കിയുള്ള ഇതിലുമായിട്ടുള്ള കെമിക്കൽ റിയാക്ടിവിറ്റി കുറയ്ക്കുക, കളറ് നമുക്കിഷ്ടമുള്ള അല്ല മിക്സ് ചെയ്യുമ്പോൾ ഇപ്പം കോപ്പർ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്, സിങ്ക് എന്ന് പറയുന്നത് വൈറ്റാണ്. പക്ഷേ അലോയ് ബ്രാസിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആയിട്ട് മാറും. അപ്പോൾ കളർ മോഡിഫൈ ചെയ്യാം. നമുക്കൊരിക്കലും കോപ്പർ വെച്ചൊരു യെല്ലോ കളർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോപ്പറിൻ്റെ അലോയിലേക്ക് നമ്മൾ പോകുന്നത്, കളർ മോഡിഫൈ ചെയ്യുക. അങ്ങനെയുള്ള അതൊക്കെയാണ് പർപ്പസ് ഓഫ് മേക്കിംഗ് അലോയ്സ് എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പറേഷൻ, ഫ്യൂഷൻ മെത്തേഡ്. ഒരു വലിയ പാത്രമൊക്കെ വരച്ച് ഷേപ്ഡ് പാത്രമൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ആ ക്രൂസിബിളാണ്. ക്രൂസിബിളിനുള്ളിൽ നമ്മളൊരു ലൈനിങ് കൊടുക്കും, അല്ലേ? റിഫ്രാക്ടറി ലൈനിങ് എന്ന് പറയും. റിഫ്രാക്ടറീസ് നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിക്കുന്നതാണ്. റിഫ്രാക്ടറി ലൈനിങ് കൊടുത്തിട്ട്, അതായത് ക്രൂസിബിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെൽറ്റും ക്രൂസിബിളും കൂടെ ജോയിൻ്റ് ആയി പോകാതിരിക്കാനാണ് സെപ്പറേഷൻ കൊടുക്കുന്നതാണ്. ആ ലൈനിങ്ങിനുള്ളിലായിട്ട് നമ്മൾ മെറ്റൽസ് ആഡ് ചെയ്യുന്നു. മെറ്റൽസ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് ആദ്യം ആഡ് ചെയ്യുന്നു. അത് മെൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിനേക്കാൾ അടുത്ത മെറ്റൽ ഏതൊക്കെയാണോ അലോയിലെ കോൺസ്റ്റിറ്റ്യുവൻസ് അതിനകത്ത് കമ്പയർ ചെയ്യുക. ഏറ്റവും ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ആദ്യം ആഡ് ചെയ്ത് അത് മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് ആഡ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ മെറ്റൽസും ആഡ് ചെയ്തിട്ട് ഗ്രാഫൈറ്റ് റോഡാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കുന്നു, സ്റ്റിർ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിന് മുകളിൽ ചാർക്കോൾ പൗഡർ കൊടുക്കുക. അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള റിയാക്ഷൻ തടയാൻ വേണ്ടി ചാർക്കോൾ പൗഡർ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ ബ്രാസ് തന്നെ എടുക്കുന്ന കോപ്പറും സിങ്കുമാണ്. കോപ്പറിൻ്റേത് 1089 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആദ്യം സിങ്കിൻ്റേത് 420 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആദ്യം ആര് കൊടുക്കണം? കോപ്പറിനെ ഇട്ട് കോപ്പർ മെൽറ്റ് ചെയ്യുമ്പോൾ സിങ്കും കൂടെ ആയിരുമ്പോൾ സിങ്ക് മെൽറ്റായി നന്നായിട്ട് സ്റ്റിർ ചെയ്യുന്നു. ഗ്രാഫൈറ്റ് റോഡിന് സ്റ്റിർ ചെയ്തിട്ട് മുകളിൽ ചാർക്കോൾ പൗഡർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണോ മോൾഡ്, ആ മോൾഡിലേക്ക് ഒഴിച്ച് നമുക്ക് അലോയ് പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. അതാണ് അലോയ് ഫ്യൂഷൻ മെത്തേഡ്. ഫ്യൂസ് ചെയ്ത് ഏറ്റവും ഓൾഡസ്റ്റ് മെത്തേഡാണ് ഫ്യൂസ് ചെയ്തത് ഉരുക്കി ഒന്നിച്ചാക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഡയഗ്രാം ഒക്കെ ഉണ്ട്, യു ഷേപ്ഡ് ഡയഗ്രാം. നിങ്ങൾ മറന്നു പോകരുത്. ഇതിനകത്ത് കാണിച്ചാൽ ശരിയാവുമല്ലോ, അതറിയാമല്ലോ അല്ലേ? ഡയഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹീറ്റൊക്കെ കൊടുത്ത് ചെയ്യും. Then
അത്രയും ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും പ്രശ്നമുള്ളത് കോമ്പോസിഷൻ ആൻഡ് യൂസസ് ഓഫ് അലൈസ് എന്നൊരു പോർഷൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് പറയാൻ ഞാൻ എഴുതി വെച്ച ഇതിനകത്ത് ആ പോയിന്റ് കണ്ടില്ല, ഇപ്പം ടെക്സ്റ്റ് കണ്ടപ്പോഴാണ് കണ്ടത്. ബ്രാസിനകത്ത് കോപ്പർ ആൻഡ് സിങ്ക് ആണ്, 1640 ആണ്, അത് എഴുതിയില്ലെങ്കിൽ കമ്പോണൻസ് എഴുതാം. കോപ്പർ ആൻഡ് സിങ്ക് ആണ്. ബ്രോൺസിൽ കോപ്പറും ടിന്നുമാണ്. കോപ്പറും ടിന്നും എന്ന് പറഞ്ഞാൽ കോപ്പർ 80 to 90 വരെ വരാം, അതിനനുസരിച്ച് ടിൻ 20 to 10% വരെ വരാം. പിന്നെ ഡ്യൂറാലുമിൻ ഉണ്ട്, അലൂമിനിയം, കോപ്പർ, മാംഗനീസ്, മഗ്നീഷ്യം ഉണ്ട്. സോൾഡർ ലെഡും ടിന്നുമാണ്, 50-50 വീതം. അപ്പോൾ അത് കമ്പോണൻസും യൂസ് ചെയ്യുക, അതിൻ്റെ യൂസസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ലാസ്റ്റ് പോർഷൻ അതാണ്. എല്ലാവർക്കും പേര് കൊണ്ടാന്ന് തോന്നുന്നു പൗഡർ മെറ്റലർജി എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെയുണ്ട്. അത് ഒരു എളുപ്പമാർഗ്ഗത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. അറ്റമൈസേഷൻ, 5 മെത്തേഡ്സ്: അറ്റമൈസേഷൻ ആൻഡ് റിഡക്ഷൻ, കെമിക്കൽ മിക്സിംഗ് ഓർ ബ്ലെൻഡിങ്, കോമ്പാക്റ്റിംഗ്, പ്രീസിൻറ്ററിങ് ആൻഡ് സിൻറ്ററിങ് എന്ന് പറയുന്നത്. അറ്റമൈസേഷൻ എന്ന് പറയുന്നത് സോളിഡിനെ നമ്മൾ പൗഡർ മെറ്റലർജിയാണ്. ആ പൗഡർ മെറ്റലർജി സോളിഡ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പൗഡർ മെറ്റലർജി ഡിഫൈൻ ചെയ്യുന്നത് പ്രൊഡ്യൂസിങ് മെറ്റൽ ആർട്ടിക്കിൾസ് ബൈ കോമ്പാക്റ്റിംഗ് മെറ്റൽ പൗഡർ ഇൻ എ ഡൈ വിത്ത് ലിറ്റിൽ ഓർ നോ മെൽറ്റിംഗ് ഫോളോഡ് ബൈ സിൻറ്ററിങ് എന്നൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അറ്റമൈസേഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ഫോമിലേക്ക് കൊണ്ടുവരിക, അതാണ് അറ്റമൈസേഷനിൽ ചെയ്യുന്നത്. ക്ലീൻഡ് മെറ്റീരിയൽ ഫസ്റ്റ് മെൽറ്റഡ് ഇൻ എ ഒരു ഫർണസിൽ മെൽറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഒരു ടൺ ഡിഷ് എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു സൈഡിൽ നോസിൽ വളരെ ചെറിയ സ്ട്രീമായിട്ട് മെറ്റലിനെ നമുക്ക് കടത്തിവിടാൻ പറ്റുന്ന നോസിലുള്ള ടൺ ഡിഷിലേക്ക് ഇത് കടത്തുന്നത്. ഈ മോൾട്ടൺ മെറ്റൽ ഈ സ്ട്രീമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നോസിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നല്ല ഫോഴ്സിൽ ഒന്നുകിൽ എയർ അല്ലെങ്കിൽ വാട്ടർ പമ്പ് ചെയ്യുക. ആ വാട്ടറിൻ്റെ പ്രസൻസിൽ അല്ലെ എയറിൻ്റെ പ്രസൻസിൽ ഈ സ്ട്രീം നല്ല ചൂടിലാണ്, നല്ല മെൽറ്റാണ് പുറത്തേക്ക് വരുന്നത്. അത് തണുത്ത് നമ്മളൊരു ഒരു ഇത് വെക്കുക, അതിനുള്ളിലേക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ആ വാട്ടറിൻ്റെ വെലോസിറ്റി അല്ലെ അപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റിയാണ് ഈ മെറ്റൽ പൗഡറിൻ്റെ സൈസ് തീരുമാനിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട്, എത്രമാത്രം ഫാസ്റ്റായിട്ട് വരും അത്രയും ഫൈൻ പൗഡറായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്, ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും എല്ലാ കേസിലും ഇത് അപ്ലൈ. ടങ്സ്റ്റൺ എന്നൊക്കെ പറഞ്ഞാൽ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള കേസാണ്. അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഹൈഡ്രജനോ കാർബൺ മോണോക്സൈഡോ ഒക്കെ ഉപയോഗിച്ച് ഇതിനെ റെഡ്യൂസ് ചെയ്ത് സ്പോഞ്ചി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അറ്റമൈസേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് പറയുന്നത്. മെൽറ്റിനെ വളരെ ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വാട്ടറോ എയർ കൊടുത്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഫൈൻ പൗഡർ കിട്ടി, ഡ്രൈ ചെയ്തെടുത്തു. ആ ഫൈൻ പൗഡറിനെ ഇനി നമ്മൾ ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ ക്ലാസ്സുകളിലൊക്കെ എങ്ങനെയാണ് പറയുന്നത്, ആ പൗഡറിനെ ആദ്യം എന്ത് ചെയ്യുന്നു, ലൂസ് പൗഡറിനെ മിക്സ് ചെയ്യുന്നു. അതിനാണ് കെമിക്കൽ മിക്സിംഗ് ഓർ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് ലൂബ്രിക്കൻസ് പോലുള്ള കെമിക്കൽസ് ആഡ് ചെയ്ത് ഇതിനെ ഒന്നിച്ച് ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നു. ലൂസായിട്ട് കിടന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ ആകത്തില്ല. അവിടെയാണ് നമ്മൾ ഫ്രിക്ഷൻ, ലൂബ്രിക്കൻസ് എന്നൊരു ആഡ് ചെയ്യുന്നത് മെറ്റലാണ്, വെറും നമ്മുടെ ഗോതമ്പ് പൊടിയൊന്നുമല്ല, മെറ്റൽ ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്ത് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന വെസലുമായിട്ടൊക്കെ ഫ്രിക്ഷൻ ഉണ്ടാക്കുക. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബൈൻഡർ എന്ന് വിളിക്കും. ബൈൻഡ് ചെയ്ത് നമ്മളൊരു അതിനെ മിക്സ് ചെയ്തെടുക്കും. ഈ മിക്സ് ചെയ്തെടുക്കുന്ന പൗഡറിനെ അപ്പോൾ നമുക്കൊരു ഷേപ്പ് ഒരു മാസ്സാകും. ഈ മാസിനെ നമുക്ക് ആവശ്യമുള്ള ഡൈയിലേക്ക് വെച്ച്, ഡൈ എന്താണെന്നറിയില്ല, നമുക്ക് എന്താണ് ഷേപ്പ് അത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടും. എന്തിൻ്റെയാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. അതിനാണ് ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഡൈയിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നു. പ്രസ് ചെയ്യുമ്പം എക്സസ് ആയിട്ടുള്ള എയർ പാർട്ടിക്കിൾസ് അതെല്ലാം റിമൂവ് ചെയ്ത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുക ചെയ്യുന്നത്.
ആദ്യം ലൂസ് പൗഡറാക്കി അതിനെ മിക്സ് ചെയ്ത് കെമിക്കൽ ബ്ലെൻഡിങ് നടത്തി മിക്സ് ചെയ്തെടുത്തു. ആ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് പ്രോപ്പർ സ്യൂട്ടബിൾ ഡൈയിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അപ്പോൾ നന്നായിട്ട് ചേർന്ന് കറക്റ്റ് ഷേപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നതിനെ ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് വിളിച്ചു. ഇനി അടുത്തൊരു പ്രോസസ്സ് മിക്കവാറും കേസസിൽ ചെയ്യുന്നതാണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പല കേസിലും ഇത് നമ്മൾ ഇനി അടുത്ത പ്രോസസ്സ് സിൻറ്ററിങ്ങിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ആഡ് ചെയ്ത ലൂബ്രിക്കൻസ് ഒക്കെ അവിടെ റിയാക്ട് ചെയ്യാം. അതിനെ റിമൂവ് ചെയ്യാനാണ് പ്രീ സിൻറ്ററിങ് എന്ന് പറയുന്നത്. ആഡ് ചെയ്ത ലൂബ്രിക്കൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ബൈൻഡറിനെ റിമൂവ് ചെയ്യുന്നുണ്ട് ഡീ ബൈൻഡിങ് എന്ന് പറയുന്നത്, തെർമൽ ഡീ ബൈൻഡിങ് ആൻഡ് സോൾവെൻറ്റ് ഡീ ബൈൻഡിങ്. തെർമൽ എന്ന് പറയുന്നത് നന്നായിട്ട് ഈ ഗ്രീൻ കോമ്പാക്റ്റ് നമുക്ക് കിട്ടിയ സ്ട്രക്ചറിനെ ഒന്ന് ചൂടാക്കുമ്പോൾ അതിനകത്ത് ലൂബ്രിക്കൻസ് കെമിക്കലാണ്, ഈസിലി വോളറ്റൈലാണ്. നമ്മൾ ചൂടാക്കുമ്പോൾ അതങ്ങ് വെപ്പറൈസ് ചെയ്തു പോകും. ഇല്ലെങ്കിൽ ഈ ലൂബ്രിക്കൻസ് ലൂബ്രിക്കൻസ് മാത്രം ഡിസോൾവ് ചെയ്യുന്ന മറ്റേ മെറ്റൽ പൗഡറല്ല ഡിസോൾവ് ചെയ്തില്ല, ലൂബ്രിക്കൻസ് മാത്രം ഡിസോൾവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ഇത് ഡിപ്പ് ചെയ്ത് റിമൂവ് ചെയ്യുക. അങ്ങനെ സോൾവെൻറ്റ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ സോൾവെൻറ്റ് ഡീ ബൈൻഡിങ് എന്നും, ഹീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ തെർമൽ ഡീ ബൈൻഡിങ് എന്ന് പറയുന്നത്. അതെല്ലാ കേസിലും അപ്ലൈ ചെയ്യുന്നില്ല, എങ്കിലും മെജോറിറ്റി കേസിലും ഡീ ബൈൻഡിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡീ ബൈൻഡ് ചെയ്തുകൂടെ കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ സ്ട്രക്ചറിലുള്ള ഷേപ്പിലുള്ള നമുക്ക് വേണ്ട സാധനത്തിൻ്റെ ഷേപ്പായി. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഫിലമെൻറ്റ്സ് ഓഫ് ബൾബ് അല്ലെങ്കിൽ സ്വിങ് മെഷീൻ്റെ ചെറിയ സൂചി അങ്ങനെയുള്ള പോർഷൻ കിട്ടി. പക്ഷെ അതിന് സ്ട്രെങ്ത് ആയിട്ടില്ല, നമ്മുടെ ഷേപ്പ് ആയെന്നേ ഉള്ളൂ. അതിന് ഷേപ്പ് ചെയ്യാൻ അതിൻ്റെ അതിൻ്റെ കറക്റ്റ് നമുക്ക് വേണ്ട രീതിയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് സിൻറ്ററിങ് പ്രോസസ്സ് എന്ന് പറയും. നമ്മൾ ശരിക്കും ചപ്പാത്തി കുഴച്ചു പരത്തിയെടുത്തു, അതിൽ നിന്ന് ബാക്കി പൊടി അങ്ങനെ അലച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റിന് നമ്മൾ ചപ്പാത്തി ആക്കണമെങ്കിൽ ചൂടാക്കുന്ന ഒരു പ്രോസസ്സുണ്ട്, അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു, നന്നായിട്ട് പ്രഷർ ഒന്നുകൂടെ കൊടുക്കുന്നു, ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു. ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ഹീറ്റിന് മുകളിൽ പോകരുത്, മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണോ അതിന് മുകളിലോട്ട് പോകരുത്, അങ്ങനെയാണ് ഇത് മെൽറ്റ് ചെയ്തു പോകും. അതിന് താഴെ നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് ഹീറ്റും പ്രഷറും ഉപയോഗിച്ച് ഇതിനെ കറക്റ്റ് സ്ട്രക്ചറാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് സിൻറ്ററിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ 5 പ്രോസസ്സേ ഉള്ളൂ. ഫൈൻ പൗഡറാക്കി കെമിക്കൽ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്തു, കറക്റ്റ് ഡൈയിൽ വെച്ച് പ്രസ് ചെയ്ത് ഗ്രീൻ കോമ്പാക്റ്റ് കറക്റ്റ് സ്ട്രക്ചർ എത്തി. അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ബൈൻഡേഴ്സിനെല്ലാം റിമൂവ് ചെയ്തു, ഹീറ്റും പ്രഷറും അപ്ലൈ ചെയ്ത് നമ്മുടെ വേണ്ട ഷേപ്പാക്കി മാറ്റി. ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ, ഇവിടെ എങ്ങും ഒരു ഡ്രോപ്പ് പോലും നമുക്ക് വേസ്റ്റ് ആയില്ല. അതാണ് ഈ പ്രോസസ്സിൻ്റെ പൗഡർ മെറ്റലർജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. 100% റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യും, ഒരിക്കലും ഒരു റോ മെറ്റീരിയൽ എവിടെയും നമുക്ക് മിസ്സാകുന്നില്ല. പിന്നെ കറക്റ്റ് ഫിനിഷിങ് സ്ട്രക്ചർ, കറക്റ്റ് ഫിനിഷ്ഡ് സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ അതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കും. കറക്റ്റ് ആക്യുറസി, ഡയമെൻഷൻ സ്ട്രക്ചറും സർഫസ് ഫിനിഷും ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഏത് കോംപ്ലക്സ് സ്ട്രക്ചർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി. ഇപ്പം പോറസ് സ്ട്രക്ചർ അതിനുള്ളിൽ വെക്കുന്നതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ പറയാം, അതൊക്കെ നമുക്ക് ഇതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഈ പറഞ്ഞത്. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്, 100% റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു, ഡയമെൻഷണൽ ആക്യുറസി ആൻഡ് ഗുഡ് സർഫസ് ഫിനിഷ് ആണ്, കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. ഇനി യൂസസ് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബൾബിൻ്റെ ഒക്കെ ഫിലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നു, പിന്നെ ഗ്യാസ് ടർബൈൻ്റെ കട്ടിംഗ് ടൂൾസിൻ്റെയൊക്കെ പാർട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്ലച്ചസും ബെയറിങ്സ് ഓഫ് ഓട്ടോമൊബൈൽസ്, ക്ലച്ചസ്, ബ്രേക്സ് അതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അൽനിക്കോയുടെ പ്രിപ്പറേഷനിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ അൽനിക്കോയുടെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നു. ഇലക്ട്രിക് ക്ലോക്കിലും സ്വിങ് മെഷീനിലൊക്കെ പാർട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വളരെ അത്രയും ആക്യുറസി വേണ്ടതാണ്. അവിടെയെല്ലാം നമ്മൾ പൗഡർ മെറ്റലർജിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കട്ടിംഗ് ടൂൾസ്, ഡയമണ്ട് ഉള്ളിലടങ്ങി കട്ടിംഗ് ടൂൾസ് ഉണ്ടാക്കാനും പൗഡർ മെറ്റലർജിയാണ്. നമുക്ക് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മിക്സ് ചെയ്യുവാണ് പൗഡർ, ഏത് പ്രൊപ്പോർഷനിൽ വേണമെങ്കിലും ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പൗഡേഴ്സാണ് നമുക്ക് പല മെറ്റൽസും നമുക്ക്, അതുകൊണ്ടാണ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഏത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ടോക്സിസിറ്റിയാണ്. ഇത് പോയിസണസ് ആണ്. എന്തായാലും മെറ്റൽ പൗഡർ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ടോക്സിക് നേച്ചർ ഉണ്ടാക്കുന്നത്, ടോക്സിസിറ്റി. പിന്നെ പൈറോഫോറിസിറ്റി, തമ്മിൽ ഓരോഞ്ഞ് തീ പഠിക്കാനുള്ള ചാൻസ് ഉണ്ടാകാം. പിന്നെ എക്സ്പ്ലോസിവിറ്റി, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസും ഉണ്ട്. അത് മൂന്നൊരു
കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് തനിയെ ഇഗ്നൈറ്റ് ചെയ്യും. അതാണ് പൈറോ മീൻസ് ടെമ്പറേച്ചർ. പൈറോഫോറസിറ്റി പറയുന്നത് മെറ്റൽ പൗഡേഴ്സാണ് എക്സ്പ്ലോസീവ് നേച്ചർ ഉള്ളതുകൊണ്ട് എക്സ്പ്ലോസിവിറ്റി എന്നുള്ള ഒരു 3 പോയിന്റ്. ടോക്സിസിറ്റി, പൈറോഫോറസിറ്റി ആൻഡ് എക്സ്പ്ലോസിവിറ്റി, ഇത് 3ആണ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. അപ്പം പൗഡർ മെറ്റലർജി, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്. ഇതിൽ പൗഡർ മെറ്റലർജി മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ ചോദിക്കുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഒരു 5 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് 3 അഡ്വാൻറ്റേജ് 2 ഡിസഡ്വാൻറ്റേജ് അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി ആപ്ലിക്കേഷനും അഡ്വാൻറ്റേജും ആണെങ്കിലും അങ്ങനെ എഴുതുക. അതുകൊണ്ട് ആപ്ലിക്കേഷൻ അഡ്വാൻറ്റേജ് ഒരു 4 പോയിന്റ്, ആപ്ലിക്കേഷൻ 4 പോയിന്റ്, പിന്നെ ഡിസഡ്വാൻറ്റേജ് 3 പോയിന്റ്സ്. ഇതും കൂടെ 4 അത്രയും വെച്ചിട്ടൊന്ന് ഓർത്തുകൊണ്ട് പോയി. എക്സ്പ്ലനേഷൻ ഒന്നുമില്ലല്ലോ, ജസ്റ്റ് പോയിന്റ്സ് മതി. എന്താ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഫിലമെൻറ്റ്സ് ഓഫ് ബൾബ്സ് പറഞ്ഞു, പാർട്സ് ഓഫ് ഗ്യാസ് ടർബൈൻ ആൻഡ് കട്ടിംഗ് ടൂൾസ് പറഞ്ഞു, ഡയമണ്ട് ഇംപ്രഗ്നേറ്റഡ് കട്ടിംഗ് ടൂൾസ് പറഞ്ഞു, എന്താ പാർട്സ് ഓഫ് സ്വിങ് മെഷീൻ ആൻഡ് ഇലക്ട്രിക് ക്ലോക്സ് പറഞ്ഞു, പിന്നെ ബെയറിങ്സ് ഓഫ് ഓട്ടോമൊബൈൽസ്, ക്ലച്ചസ് എക്സെട്ര. അത്രയും ഏതെങ്കിലും 4 എണ്ണം ഓർത്ത് വെക്കുക. അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അത് ഇച്ചിരി ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടിയൊരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് അതും കൂടെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.